ഇതിനു മുമ്പ് വിവാഹപ്രായ നിയമം വന്നു. ഞാൻ ചോദിക്കട്ടെ, വിവാഹപ്രായ നിയമം വന്നപ്പോ വിവാഹപ്രായത്തെ കൃത്യമായി 18-ൽ തന്നെ ഒതുക്കണമെന്ന് പറഞ്ഞപ്പോ മുസ്ലിങ്ങളെക്കാൾ വലിയ പ്രശ്നമുണ്ടായിരുന്ന സത്യത്തിൽ ഹൈന്ദവ സഹോദരന്മാർക്കാണ്. അന്ന് ജസ്റ്റിസ് ലക്ഷ്മണ ലോ കമ്മീഷന്റെ ഭാഗമായി നടത്തിയ ഒരു പഠന റിപ്പോർട്ട് അന്ന് പുറത്തു വന്നപ്പോ കണ്ടത് ആന്ധ്രയിൽ 78%, മഹാരാഷ്ട്രയിൽ 68%, മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷം വരുന്നത് കൂടുതലും വരുന്നത് ആരാണ് എന്നതിനെ കുറിച്ച് പഠിച്ചപ്പോ മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെയെല്ലാം ഈ അർത്ഥത്തിൽ പെട്ടെന്ന് വിവാഹം നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുസ്മൃതിയാണ്. മനുസ്മൃതി എന്ന ഗ്രന്ഥത്തിൽ പ്രചോദിതരായവരാണ് എന്നായിരുന്നു ജസ്റ്റിസ് ലക്ഷ്മണ. മനുസ്മൃതി ഖുർആനുമായി എന്ത് ബന്ധം? എന്ത് പറയുമ്പോഴും മുസ്ലിങ്ങൾ എന്ന് പറയുന്നു. ഈ വിവാഹമോചനത്തെ കുറിച്ച് ആലോചിച്ചോളൂ. ഇന്ത്യയിലെ വിവാഹമോചന കണക്കുകൾ, എന്തിന് കേരളത്തിലെ വിവാഹമോചന കണക്കുകൾ പോലും പഠിക്കുമ്പോൾ അറിയാൻ കഴിയും. കേരളത്തിലെ വിവാഹമോചന കണക്കുകൾ വന്നപ്പോൾ നമ്മൾ കണ്ടു, കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ചിട്ട് പറഞ്ഞു, ഈ കണക്കുകളിൽ പ്രധാനമായി അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ചപ്പോ എറണാകുളത്ത് 900 ചെല്ലുവാനും മലപ്പുറത്ത് 300 ചെല്ലുവാനും. മലപ്പുറത്ത് 300 ചെല്ലാനേ ഉള്ളൂ. അവിടെ തൊലാക്കില്ലാഞ്ഞിട്ടാണോ? പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾ അത് സംബന്ധമായി പഠിക്കുകയും അതിനാവശ്യമായ ആ അർത്ഥത്തിൽ കുടുംബങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോ എറണാകുളത്താണ് കൂടുതൽ. അതുമാത്രമല്ല, കേരളത്തിലെ വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളിലാണ് വിവാഹമോചനം കൂടുതൽ നടക്കുന്നത്. സിനിമാ ലോകത്താണ് കൂടുതൽ വിവാഹമോചനം നടന്നത്. മുസ്ലിങ്ങൾക്കിടയിലല്ല. മുസ്ലിങ്ങളാണ് വിവാഹമോചനത്തിന്റെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവർ കണക്ക് പരിശോധിക്കണം. ആ കണക്കിൽ വളരെ വ്യക്തമാണ്. അവിടെ ഇന്ത്യയുടെ മൊത്തം കണക്കെടുക്കുമ്പോഴും സംസ്ഥാനത്തിന്റെ കണക്കെടുക്കുമ്പോഴും നമുക്കറിയാൻ കഴിയുന്നത് അവിടെയെല്ലാം മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇതര മതവിഭാഗങ്ങളാണ്. ഹൈന്ദവ സമൂഹത്തിലെ ഇതര ജാതി വിഭാഗങ്ങളിൽ തന്നെ നടക്കുന്ന വിവാഹമോചന കണക്കായാലും അതുപോലെ തന്നെ വിവാഹ പ്രായ കണക്കായാലും മുസ്ലിങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ്. പക്ഷേ എന്നിട്ട് കോടതി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ കൊണ്ടുപോയി വെക്കുന്നത് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ കൊണ്ടുപോയി മുസ്ലിങ്ങളെ ഇങ്ങനെ തൃശങ്കു സ്വർഗത്തിൽ നിർത്താൻ സാധ്യമാകുന്ന ഒരവസ്ഥയിലാണെങ്കിൽ പറയാം, ഈ നിയമത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഈ നിയമത്തിനെതിരെ ജനാധിപത്യപരമായി നിയമപരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടമാണ് മുസ്ലിങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. ഒരു കാലത്ത് ഈ നാട്ടിൽ ഇത്തരമൊരു ശരീഅത്ത് സംവാദങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ പറയാം, ആരെതിർത്താലും അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ സംരക്ഷണാർത്ഥം മുസ്ലിങ്ങൾക്ക് പോരാട്ടം നടത്തേണ്ടതുണ്ട്. ജനാധിപത്യ മാർഗത്തിൽ നിന്നുകൊണ്ട് തന്നെ പോരാട്ടം നടത്തേണ്ടതുണ്ട്. 985-ൽ ഈ വിഭാഗങ്ങളെല്ലാം ഒരുമിച്ച് നിന്നൊരു കാലമുണ്ട്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത്, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ലാൽ കൃഷ്ണ അദ്വാനി ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത്. ഇവരെല്ലാം കൂട്ടമായി നിന്നുകൊണ്ട് പറഞ്ഞു, ശരീഅത്ത് പ്രാകൃതമാണ്, അത് മുല്ലാക്കയുടെയും തങ്ങളുടെയും പരിപാടിയാണ്. മാറ്റി പറയിപ്പിച്ച മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്നു. അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ അഭിയന്തനായ ബനാത്വാല സാഹിബ് നെഞ്ചുപൊട്ടി വിളിച്ചു പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആനും ഈ ഭരണഘടനയും നിലനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്ത് ജീവിക്കണം. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നേരെ വരുന്ന ഇത്തരത്തിലുള്ള ഈ വിധികളും ഈ നിയമരേഖകളും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് അദ്ദേഹം കൃത്യമായി വാദിച്ചപ്പോഴാണ് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ രാജീവ് ഗാന്ധി പറഞ്ഞത്, അങ്ങയുടെ വികാരം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ വികാരമെങ്കിൽ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും. ഈ ബില്ല്, മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ അദ്ദേഹം സ്വകാര്യമായി അവതരിപ്പിച്ച ബില്ല്, അത് രാജ്യത്തിന്റെ ഗവൺമെന്റ് എടുക്കുകയും അങ്ങനെ രാജ്യത്തിന്റെ പാർലമെന്റ് ആ അർത്ഥത്തിൽ ആ ബില്ല് കൊണ്ടുവരികയും ചെയ്തതാണ്. സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നന്മയുണ്ടാക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ മാത്രം പ്രശ്നമായി ഞാൻ കാണുന്നില്ല. രാജ്യത്ത് ഒരുപാട് വലിയ വലിയ പുരോഗമനവാദികളുണ്ട്. ശരീഅത്ത് എന്ന് പറയുമ്പോഴും ഇളകുന്ന ഒരുപാട് ആളുകളുണ്ട്. മതനിയമങ്ങളെ മാറ്റിപ്പറത്തിയിട്ടില്ലെങ്കിൽ ഈ നാട്ടിലൊരു നവോത്ഥാനം വരില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. രാജ്യത്ത് നവോത്ഥാനം ഉണ്ടാകണമെങ്കിൽ ഫെമിനിസ്റ്റ് വരണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഫെമിനിസ്റ്റുകൾക്കാണത്രേ. അതുകൊണ്ടാണല്ലോ രാജ്യ നിയമങ്ങളിലെ ഏറ്റവും വലിയ ധാർമ്മികതകൾ നിലനിൽക്കുന്ന നിയമങ്ങളെ പോലും പൊളിച്ചടക്കുകയാണ് കോടതികൾ. നോക്കി നിൽക്കുകയാണ് രാജ്യത്തിന്റെ ഭരണകൂടങ്ങൾ.
സെക്ഷൻ 377 എന്ന് പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. സെക്ഷൻ 377 അൺനാച്ചുറൽ ഒഫൻസ് ആണ്. അൺനാച്ചുറൽ ഒഫൻസ് അഥവാ പ്രകൃതി വിരുദ്ധമായ തെറ്റ് എന്നാണ്. മെക്കാളെ പ്രഭു പോലും അന്ന് എഴുതി വെച്ചത് എഗൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ എന്നാണ്. പ്രകൃതിയുടെ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് രണ്ട് പുരുഷനും രണ്ട് സ്ത്രീയും ലൈംഗികമായ അർത്ഥത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. എന്നിട്ട് കോടതി പറഞ്ഞതോ അതൊരു മനോഹരമായൊരു സംസ്കാരത്തിന്റെ പുനരുജ്ജീവനാണത്രേ. അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നില്ലേ എന്ന ചോദ്യം സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാം സദോമികൾ എന്ന പേരിൽ പുരുഷന്മാരെ കണ്ടപ്പോ ഓടി വന്ന അള്ളാഹുവിന്റെ മലക്കുകൾ പുരുഷാകൃതിയിൽ വന്നപ്പോ ആ പുരുഷന്മാരുടെ സുന്ദര മുഖം കൊണ്ട് ഓടി വന്നിട്ടുള്ള ആ നാട്ടിലെ ജനവിഭാഗങ്ങളോട് ഇതാ എന്റെ പെൺകുട്ടികൾ, ഇവർ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് ആണുങ്ങളെ മതി എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഘോരമായ ശിക്ഷയ്ക്ക് വിധേയമായ ജനവിഭാഗത്തോട് മഹാനായ സയ്യിദുനാ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യമാണ് അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയുള്ള ആരുമില്ലേ? ജസ്റ്റിസ് ദീപക് മിശ്ര ഉൾപ്പെടുന്ന ബെഞ്ചിനോടും നമുക്ക് ചോദിക്കേണ്ടി വരികയാണ്, പക്വത ഉണ്ടായിരുന്നുവെങ്കിൽ 377 എങ്ങനെയാണ് ഡീക്രിമിനലൈസ് ചെയ്യാൻ പറ്റുക? ആ വിധി വരുമ്പോ രസകരമായൊരു തമാശയാ. ഹിന്ദു പത്രത്തിൽ ഒരു മാട്രിമോണിയൽ പരസ്യം കണ്ടു. എന്താ പരസ്യം അറിയോ? 32 വയസ്സും മൃഗസ്നേഹിയും സസ്യബുക്കുമായ എന്റെ മകന് ഒരു വരനെ ആവശ്യമുണ്ട്. 32 വയസ്സുള്ള സസ്യബുക്കും മൃഗസ്നേഹിയുമായ എന്റെ മകന് ഒരു വരനെ ആവശ്യമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വരനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുടുംബം തകർക്കണം, വനിതയെ അവളുടെ ജീവിതത്തിന്റെ സ്വാസ്ഥ്യത്തെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ സത്യത്തിൽ ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നവർ? ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിച്ച, ഈ രാജ്യത്ത് നിന്ന് അടിച്ചോടിച്ച പാശ്ചാത്യ സംസ്കാരത്തെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ ഇവർ? സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്യുമ്പോ സെക്ഷൻ 497 അഥവാ ഒരു പുരുഷന്റെ കീഴിൽ ജീവിക്കുന്ന, സുഗമമായി ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരു ഭാര്യ മറ്റൊരുത്തന്റെ കിടക്കയിൽ പങ്കിട്ട് കിടക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വന്നാൽ ഒന്നും നോക്കണ്ട, അതൊരു പ്രശ്നമൊന്നുമല്ല, നീ അങ്ങനെ ജീവിച്ചോളൂ എന്ന് പറയുന്ന ഉത്തമനായ ഒരു ഭർത്താവിനെയാണ് പുതിയ കാലം സമ്മാനം ചെയ്യാൻ പോകുന്നത്. അഷ്റഫുൽ ഖൽഖ് ഒരിക്കൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, തലാസത്തുൽ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആളുകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പറയുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പറഞ്ഞ 3 പേരെ ഇങ്ങനെ, ഒന്ന് മുദമ്മിനുൽ ഖംറാൻ, മറ്റൊന്ന് ദയ്യൂസാൻ, മൂന്നാമത്തേത് റജുലയാണ്. അത് പറയുമ്പോൾ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മുദമ്മിനുൽ ഖംറാൻ എന്നറിയാം നബിയെ, കാരണം പെരും കള്ളുകുടിയന്മാരെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, കള്ളുകുടിച്ചു ജീവിച്ച മദ്യോന്മത്തരായി അങ്ങനെ ആസക്തിയിൽ ജീവിച്ച ഒരു ജനതയായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് തന്നെ മദ്യത്തിൽ വീണ് മരിച്ചു പോയിട്ടുള്ള ഈച്ചയെ കുറിച്ച് പോലും മഹാഭാഗ്യവതി എന്ന് പാട്ടുപാടിയവരാണ് ഞങ്ങളുടെ മുൻ തലമുറകൾ. ആ അർത്ഥത്തിൽ മദ്യമാര് എങ്ങനെ സേവിക്കുന്നു എന്നതിനെ കുറിച്ചല്ല, രണ്ടാമതങ്ങ് പറഞ്ഞത് എന്താണ് എന്നായിരുന്നു പ്രവാചകനോടുള്ള ചോദ്യം. നബി തിരുമേനി പറഞ്ഞു, സ്വന്തം ഭാര്യയുടെ കിടക്കപ്പായിൽ എഴുന്നേറ്റ് പോകുന്ന മറ്റൊരാളെ കണ്ടാൽ പ്രശ്നമാക്കാത്തവനാണ് ദയ്യൂസ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അറിയണം, സെക്ഷൻ 497 പറയുന്ന അഡൾട്ടറി, ഒരു ഭാര്യയുടെ കിടക്കപ്പായയിൽ മറ്റൊരുത്തനെ കണ്ടാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാം. ഈ ഭർത്താവിന്റെ അനുവാദമില്ലാതെയാണ് അങ്ങനെ ഒന്ന് ചെയ്തതെങ്കിൽ കേസ് കൊടുക്കാം എന്ന് എഴുതി വച്ചിട്ടുള്ളതാണ് നമ്മുടെ IPC സെക്ഷൻ 497. ഭർത്താവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷെ ഭർത്താവിന്റെ അനുവാദം അല്ലെങ്കിൽ കേസ് കൊടുക്കാം, ജയിലിലിടാം, ശിക്ഷാവിധികൾ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ കോടതി പറഞ്ഞു, as we see the international perspective, most of the countries have abolished adultery as a crime. നമ്മുടെ ലോകാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ അഡൾട്ടറി എന്നത് അതൊരു നിയമമായി, ഒരു കുറ്റകരമായ കാര്യമായി വെക്കുന്നില്ല. ആ അർത്ഥത്തിൽ നമുക്കും അങ്ങനെ പോകേണ്ടതുണ്ട്. തിങ്കിങ് ഓഫ് അഡൾട്ടറി ആസ് എ ക്രിമിനൽ ഒഫൻസ് ഈസ് എ റിട്രോഗ്രേറ്റീവ് സ്റ്റെപ്പ്. അത് നമ്മൾ ഒരുപാട് പ്രാകൃതമാകുന്ന പരിപാടിയാണ്. അഡൾട്ടറി ഒക്കെ തെറ്റാണെന്ന് കണ്ടാൽ അതുകൊണ്ട് തുറന്നിട്ട ഒരു വ്യഭിചാരശാലയായി ഇന്ത്യയെ മാറ്റണം എന്നാണ് ജസ്റ്റിസ് ദീപക് മിശ്ര അല്ലേ? തുറന്നിട്ടൊരു വ്യഭിചാരശാല.
ഈ നാട്ടിൽ മുഴുവൻ നടക്കേണ്ടതെന്താ? മൃഗങ്ങൾ പോലും നാണിച്ചു പോകാവുന്ന അർത്ഥത്തിൽ മനുഷ്യർക്കിടയിൽ സാധാരണ ഭിന്ന ധ്രുവങ്ങൾ തമ്മിലാണ് അടുക്കാറ്, അതായത് പുരുഷനും സ്ത്രീയുമാണ്. പക്ഷെ പുരുഷനും തമ്മിൽ എടുക്കണം. അമേരിക്കയിൽ ഫാദർലെസ് അമേരിക്ക എന്ന പേരിൽ ഒരു സാമൂഹിക ശാസ്ത്രജ്ഞൻ ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൽ 40% അമേരിക്കൻ കുട്ടികൾക്കും സത്യത്തിൽ യഥാർത്ഥ വാപ്പയാരെന്നറിയില്ല, പിതാവറിയാത്ത ഒരു സമൂഹം. ഞാൻ അമേരിക്കയിൽ പോയിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഡു യു ഹാവ് വൈഫ്? അദ്ദേഹം വളരെ കൂളായി പറഞ്ഞു, ഐ ഹാവ് നോ വൈഫ് എന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇങ്ങനെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു കുടുംബമില്ലാത്തൊരു 50 കൊല്ലം, അദ്ദേഹത്തിന്റെ വയസ്സ് ഏതാണ്ട് 50 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് 2 ഗേൾഫ്രണ്ട്സ്. ഇപ്പൊ ഫാത്തിമ പിന്നെ പറയുന്നത് പോലെ തന്നെയാണതും. എനിക്ക് 2 ഗേൾഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് 2 ഗേൾഫ്രണ്ട്സ് ഉണ്ട്, അവര് മതി. സത്യത്തിൽ അതുകൊണ്ടുണ്ടാവുന്നത് എന്താണ്? ഒരു തരത്തിലുള്ള നിയമരേഖയുടെയും അടിസ്ഥാനത്തിലല്ലാത്ത ലൈംഗിക ബന്ധം. ഇസ്ലാം ചെയ്യുന്നതോ, പരിശുദ്ധ ഇസ്ലാം ചെയ്തത് വളരെ കഠിനവും ബലിഷ്ഠവുമായ കരാറാണ് ആ സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് എന്നാണ് പരിശുദ്ധ ഖുർആൻ. സ്ത്രീകൾ വാങ്ങിയത് ബലിഷ്ഠമായൊരു കരാറാണ്. ആ കരാർ എവിടെ വെച്ചെങ്കിലും ഏതെങ്കിലും തരത്തിൽ മാറ്റേണ്ടി വരുമ്പോ ആ നിയമത്തിന് നഷ്ടപരിഹാരമുണ്ട്, ആ നിയമത്തിൽ രേഖയുണ്ട്. അതുകൊണ്ടാണ് ആനി ബെസന്റ് എന്ന പ്രഗത്ഭയായ യൂറോപ്യൻ വനിത ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോൾ അവർ പറഞ്ഞു, യൂറോപ്പിൽ തോന്നിയതുപോലെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് മാത്രമായി സ്ത്രീയെ ഉപയോഗിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്നത് പോലെയല്ല ഇസ്ലാം. അതിന് കൃത്യമായൊരു കോൺട്രാക്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്ലാമിലെ സ്ത്രീ ലോകത്തെ ഏത് മതവിശ്വാസത്തിലെ സ്ത്രീയെക്കാളും സുരക്ഷിതയും അവൾ സ്വതന്ത്രയുമാണ് എന്നാണ്. Muslim women in Islam is more protected than Christianity. Women in Islam is more free than any faith which preaches monogamy. ഏതാശയത്തെക്കാളും സുന്ദരമാണ് ഇസ്ലാം. ഏതാശയത്തിലെ സ്ത്രീയെക്കാളും സുരക്ഷിതയാണ് ഇസ്ലാമിലെ സ്ത്രീ. എന്തുകൊണ്ടെന്നാൽ ആ സ്ത്രീക്ക് നൽകപ്പെടുന്ന എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ആ അർത്ഥത്തിലുള്ള നിയമപരമായ സംരക്ഷണം നൽകുന്നു. ഈ കുടുംബം തകർക്കണമെന്ന് ആലോചിക്കുന്നവരാണ് അബോളിഷ് ദ ഫാമിലി എന്ന് ആദ്യം പറഞ്ഞത് മാക്സാണ്. യൂറോപ്പിലാണ് കുടുംബം തകർക്കണമെന്ന വാദം വന്നത്. കുടുംബം തകർന്നാലോ സമൂഹം തകർന്നു. കുടുംബം തകർക്കേണ്ടത് എവിടുന്നാണ്? ഭാര്യ എന്ന് പറയുന്നതിന് ഒരു സ്വകാര്യ സ്വത്താക്കാൻ പാടില്ല. മാക്സ് പറഞ്ഞു. അതേ വാദമാണ് ദീപക് മിശ്ര ഉപയോഗിച്ചതും. ദീപക് മിശ്രയും പറഞ്ഞു, ഭാര്യ ഒരു കമ്മോഡിറ്റി അല്ല, ഭാര്യ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വകാര്യ സ്വത്തല്ല, ആർക്കുമാകാവുന്ന ഒരു തുറന്ന പുസ്തകമാക്കി ദീപക് മിശ്ര. ആർക്കും തുറക്കാവുന്ന ഒരു തുറന്ന പുസ്തകം. അങ്ങനെ ആക്കുന്ന ഒരു വ്യഭിചാരശാലയായി രാജ്യത്തെ മാറ്റുന്നുവെന്ന് വന്നാൽ ധാർമ്മികതയെ കുറിച്ച് ആലോചിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ഈ നാട്ടിലെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമായി ഈ വിഷയത്തെ കാണേണ്ടതില്ല. മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഈ സമരത്തിന്റെ കൂടെ നിൽക്കാം. മൃഗങ്ങളായി ജീവിക്കുന്ന അല്ലെങ്കിൽ മൃഗങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആരെയും ഞങ്ങൾ ക്ഷണിക്കുന്നില്ല. മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ സമരത്തിനൊപ്പം നിൽക്കണം. മനുഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ. എന്തുകൊണ്ടെന്നാൽ അതീവ ഭീകരമാണ് രാജ്യത്തിന്റെ അവസ്ഥ. എന്തൊരു വലിയ ധർമ്മ സംഹിതകളെ കുറിച്ചാണ് നരേന്ദ്രമോദി പറയാറുള്ളത്. ഹൈന്ദവ ധർമ്മത്തിന്റെ പവിത്രതയെ കുറിച്ച് പറയുമ്പോ ഭർത്താരമനുഗച്ഛന്തി, ഞാൻ എന്റെ ഭർത്താവിന്റെ കൂടെ മാത്രമേ പോകൂ എന്ന് പറഞ്ഞ പതിവ്രതയായ സീതയെ അവതരിപ്പിച്ചതാണ് ഇന്ത്യ. പതിവ്രതയായ സീത. ഭാര്യ ഭാര്യക്ക് സമമായി മറ്റൊന്നില്ല, സിദ്ധൌഷധമാണവൾ എന്ന് പറഞ്ഞതാണ് ഇന്ത്യ. ആ ഭാര്യയെയാണ്, ആ കുടുംബത്തെയാണ് തകർക്കാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പാർലമെന്റ് നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ വിധികൾ ഇങ്ങനെ വരുന്നത് തൊടാൻ കഴിയാത്ത വിധം പാർലമെന്റിന് നോക്കുകുത്തിയായി ജുഡീഷ്യൽ ആക്ടിവിസം നടക്കുന്നത്. പാർലമെന്റ് എന്തിനാ? പാർലമെന്റ് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് സംബന്ധമായി രാജ്യത്തെ നിയമങ്ങളിൽ കൃത്യമായി അമൻഡ് ചെയ്യാനുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടത് പാർലമെന്റ് പണിയാണ്. നമ്മുടെ നാട്ടിന്റെ പാർലമെന്റിന് അങ്ങനെ ഒരു വലിയ ഭാഗ്യം കിട്ടിയിരുന്നത് 85-ലാണ്. പിന്നെ അങ്ങനെ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങനെ അത്ര ധൈര്യമുള്ള ഒരു ഭരണാധികാരിയോ
ആ അർത്ഥത്തിലൊരു ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയോ ഇന്ന് രാജ്യം ഭരിക്കുന്നേയില്ല. മുസ്ലിങ്ങളെങ്ങാനും ഏതെങ്കിലും ഒരു മാംസം കഴിച്ചു വന്നതിന്റെ പേരിൽ തച്ചു കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികളുമായി വർഗീയതയും സ്പർദ്ധയും ഉണ്ടാക്കുകയോ ചെയ്യുകയല്ലാതെ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എന്ന നിലക്ക് ഈ നാട്ടിന്റെ ധാർമ്മികത കാത്തുസൂക്ഷിക്കാനുള്ള വലിയ ബാധ്യത എന്തുകൊണ്ട് രാജ്യത്തിന്റെ ഈ ഭരണാധികാരികൾക്ക് ഏറ്റുകൂടാ? നമ്മൾ ഈ വിഷയത്തിൽ ഇപ്പോ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീക പ്രവേശനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അവിടെ അവരുടെ ആചാരവും അനുഷ്ഠാനവും സ്ഥാപിക്കപ്പെടലാണ് ബുദ്ധി. നാളെ അത് പറഞ്ഞ് മുസ്ലിങ്ങളുടെ പള്ളിയിലേക്കും കൂടി കയറാനുള്ള ആഗ്രഹമാണ് പലരും പറയുന്നത്. സ്ത്രീ പ്രവേശം എന്ന് പറയുന്നത് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമ്മു ഹുമൈദിൻ സായിദി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, എനിക്ക് അങ്ങയുടെ കൂടെ നമസ്കരിക്കണം. നബി തിരുമേനി പറയുന്നുണ്ട്, അലിംതു അന്നകി തുഹിബ്ബീൻ, നീ എന്റെ കൂടെ നമസ്കരിക്കാൻ ആലോചിക്കുന്നു എന്ന കാര്യം എനിക്കറിയാം, പക്ഷേ നീ നിന്റെ വീടിന്റെ അകത്തളത്തിൽ നമസ്കരിക്കലാണ് ശരി എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബി വനിതകളിൽ ആരും പോയിട്ടില്ല, സലഫുകളിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെ പോകാൻ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ് എന്നതിന്റെ വിശദീകരണങ്ങൾ നൽകുമ്പോൾ കൃത്യമായി നിബന്ധനകൾ വെച്ച് പറയുന്നു. ആ നിബന്ധനകൾ പാലിക്കാത്ത സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകുന്നത് ഹറാമാണെന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കൃത്യമായി തന്റെ ഫത്വാവയിൽ രേഖപ്പെടുത്തുന്നു. കർമ്മശാസ്ത്ര അതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം. അങ്ങനെ ഏതോ ഒരു മുല്ലാക്ക എഴുതിയതല്ല, എത്രയോ വ്യവസ്ഥാപിതമാണ്, എത്രയോ കൃത്യമാണ്. ആ കൃത്യമായ നിയമരേഖയുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ ഇതു സംബന്ധമായി പറയുന്നത്. ലോകത്ത് എല്ലായിടത്തും നിലനിൽക്കുന്ന ഈ ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ടത് ആ പ്രമാണങ്ങൾ അനുസരിച്ചാകണം. ആ പ്രമാണങ്ങൾ തകർന്നു പോകുന്ന വിധം, ആ പ്രമാണങ്ങൾക്ക് ഇടയിൽ കൈകടത്തുന്ന വിധത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ എതിർക്കാൻ ബാധ്യസ്ഥമായതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയ സംബന്ധമായി ശക്തമായി ഒരു നിലപാടെടുക്കുകയും ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതൊരു മതവിഷയം മാത്രമായി കാണണ്ട. ഇതൊരു മതവിഷയമാണ് എന്നതോടൊപ്പം തന്നെ ഇതൊരു രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യത്തെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള ഗൂഢനീക്കങ്ങളുടെയും കൂടി ഭാഗമായിട്ടാണ് ശരീഅത്ത് സംബന്ധമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് വർഗീയത ഉണ്ടാക്കാനും ആ വർഗീയ ധ്രുവീകരണത്തിലൂടെ രാജ്യത്തൊരു വിഭാഗം ആളുകൾക്ക് ജീവിക്കാൻ അധികാര സ്ഥാപനങ്ങൾ നിലനിർത്താൻ വേണ്ടിയുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായി നിയമത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ശക്തമായി ഇതിനെ ചെറുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ വഇദ് ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅലൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലൂ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും ലഅല്ലഹും യത്തഖൂൻ എന്ന ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഉപദേശിച്ച് നടക്കുന്നത് എന്ന് ചോദിച്ച ഒരു കൂട്ടം ആളുകളോട് ഉപദേശികളും നന്മക്ക് വേണ്ടി തിന്മയെ എതിർത്തവരുമായ ഒരു ജനവിഭാഗം പറഞ്ഞ മറുപടിയാണ് മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, നാളെ തമ്പുരാന്റെ മുമ്പിൽ കാരണം ബോധ്യപ്പെടുത്തണം. മൗനമായിരിക്കാൻ നമുക്ക് അവകാശമില്ല, മൗനമായിരിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരു രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ ഭരണഘടനാപരമായി നിലനിൽക്കുന്ന അവകാശങ്ങൾ നിലനിൽക്കെ ആ അവകാശങ്ങളെ കത്തിവെക്കുന്ന നിയമങ്ങൾ കൊണ്ടുവരുമ്പോ മൗനമായിരിക്കുക എന്ന് പറയുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷകൾ ഉണ്ടാകും എന്നാണ് പരിശുദ്ധ ഖുർആൻ. മൗനമാകാൻ നമുക്ക് കഴിയില്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഈ രാജ്യത്തിന്റെ മതേതര സംവിധാനത്തെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ പോരാട്ടം. രാജ്യത്തിന്റെ വ്യവസ്ഥാപിത സംവിധാനത്തെ തകർത്തുകൊണ്ടല്ല, രാജ്യ നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ. രാജ്യത്തൊരു നിയമം വരുമ്പോ അതിനെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയാൻ, അതിനെതിരെ ജനാധിപത്യ ബോധമുള്ളവരെ ആ അർത്ഥത്തിൽ അങ്ങനെ സംഘടിപ്പിക്കാൻ, എന്നിട്ട് അത്തരത്തിലുള്ള പോരാട്ടങ്ങളുടെ പോർമുഖങ്ങൾ തുറക്കാൻ ഈ രാജ്യത്തെ പൗരന്റെ അവകാശം എന്ന നിലക്ക് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്.
ഇതൊരു തീവ്രമായ പക്ഷമല്ല, മറിച്ച് കൃത്യമായ പക്ഷമാണ്. തീവ്രമായൊരു പക്ഷത്തല്ല. ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനവും മതേതര സംവിധാനവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുള്ളത്, ഈ രാജ്യത്തെ മുസ്ലിങ്ങളുള്ളത്, ഈ നാട്ടിലെ മതവിശ്വാസികളുള്ളത്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് ആ അർത്ഥത്തിൽ മതവിശ്വാസിയായി ജീവിക്കാനുള്ള അവകാശത്തിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരിവർഗം രാജ്യത്തിന്റെ ന്യായാധിപ സിംഹാസനങ്ങൾ ഇടപെടുമ്പോൾ ശരിയല്ല എന്ന് പറയാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കോടതിക്ക് പറയാം, കോടതി പറയുമ്പോഴേക്കും പറയാൻ പാടില്ല എന്നൊന്നുമില്ല. കോടതി പറയുന്നത് ശരിയല്ല എന്ന് പറയാൻ ജനാധിപത്യപരമായ അവകാശം രാജ്യത്തെ ഓരോ പൗരനും ഉള്ളതാണ്. കോടതിയെ സ്വീകരിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത്, ശുദ്ധ ബോഷ്കാണ് എന്നുമല്ല നമ്മൾ പറയുന്നത്, ശുംഭനെന്ന് വിളിക്കാനുമല്ല നമ്മൾ തയ്യാറാകുന്നത്. ജനാധിപത്യപരമായി ഈ രാജ്യത്തിന്റെ നിയമരേഖയെ പുനഃപരിശോധിക്കാനുള്ള അവകാശത്തെക്കുറിച്ച്, പൗരന്റെ അവകാശത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കോടതിയെ ധിക്കരിക്കല്ല, കോടതി ധിക്കരിക്കുന്നില്ല. പക്ഷേ കോടതി പറഞ്ഞത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയാൻ രാജ്യത്തെ പൗരന് അവകാശമുണ്ട്. ആ അവകാശം സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയിൽ ഒരു പുനഃപരിശോധനയ്ക്ക് ആവശ്യമായ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ആ റിവ്യൂ പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അത് സംബന്ധമായി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതിന് കോടതിയാണ്. നമ്മൾ ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നു. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതാണ് ഈ കാര്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പറയാനുള്ളത്. നമ്മളല്ലാത്തൊരു തർക്കത്തിനല്ല, രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ഈ നിയമത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കണം. ഇത് വലിയ പ്രശ്നമായി വരുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമികമായ ശരീഅത്ത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ആവശ്യമാകുന്ന വിധം നടപ്പിലാക്കേണ്ടത് ഈ നാട്ടിലെ ഇന്നലകളിൽ നിലനിന്നിരുന്നത് അത് നിലനിൽക്കണമെന്നത് തന്നെയാണ് നമ്മുടെ ആവശ്യം. 37 മുതൽ ഇങ്ങോട്ട് ഈ രാജ്യത്ത് നിലനിന്നു. 37 മാത്രമല്ല, അതിനു മുമ്പും രാജ്യത്ത് ഈ മുസ്ലിങ്ങളുടെ സ്വകാര്യമായ ഇത്തരം വ്യക്തി നിയമങ്ങൾ ഉണ്ടായിരുന്നു. 37 അത് നിയമരേഖയായി. ഭരണഘടന വന്നപ്പോ അത് ഭരണഘടനാനുസൃതമായി. ഭരണഘടന വരുമ്പോ ഭരണഘടനക്കനുസൃതമായി അത് നിലനിന്നു. രാജ്യത്തെ എല്ലാ കോടതികളും അത് അംഗീകരിച്ചു. മുസ്ലിം നിയമം അനുസരിച്ച് ആർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടായി. ഒരു വ്യക്തിപരമായി മുസ്ലിം പ്രശ്നം ഉണ്ടായാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് ജീവിക്കുന്ന എനിക്ക് കോടതിയിൽ പോയി പറയാം, ഇന്ന ഷാഫി മദ്ഹബിന്റെ ഇന്ന പ്രമാണം അനുസരിച്ച് ഇതാണ് നിയമം, അതുകൊണ്ടാവാം എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമാണ് സത്യത്തിൽ ശരീഅത്ത് ആക്ട്. ആ ശരീഅത്ത് ആക്ടിനെതിരെയുള്ള കൈവക്കൽ, രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ ഇതിന്റെ വൈവിധ്യത്തിനെതിരെയുള്ള കയ്യേറ്റം, ആ കയ്യേറ്റത്തെ ശക്തമായി എതിരിടേണ്ടത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈ നാട്ടിലെ മതേതര ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇവിടെ മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര് കാണാനാണ്, സഹിക്കാനാവാത്ത ആ കണ്ണുനീരിന്റെ മുമ്പിലാണ് അത്രയും നരേന്ദ്രമോദി ഉള്ളത്. ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖെ മുസ്ലിങ്ങൾ ചെല്ലേണ്ടുള്ളത്, പക്ഷെ നരേന്ദ്രമോദിക്ക് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യയെ കുറിച്ച് പിന്നെ ഒരു വിദേശ മാധ്യമങ്ങളാണ് പിന്നെ പറഞ്ഞത് ഇങ്ങനൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ എത്ര തൊലാഖ് ചൊല്ലിയിട്ടുണ്ടാകും നരേന്ദ്രമോദി? മോദി ആ ഭാര്യയെ സംരക്ഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിങ്ങളുടെയും മുസ്ലിം പെണ്ണിന്റെയും കഥ പറയുമ്പോൾ ഞാൻ ആലോചിച്ചു പോയത്, സക്കീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു വിധവയായ സഹോദരിയുണ്ട്. ആ സഹോദരിയാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത്, എനിക്ക് നീതി കിട്ടണം, മറ്റൊന്നും കണ്ടല്ല, എനിക്ക് നീതി കിട്ടേണ്ടത് ഇഹ്സാൻ ജിഫ്രി എന്ന് പറയുന്ന പ്രഗത്ഭനായ മുൻ MP, കോൺഗ്രസിന്റെ MP-യുടെ വിധവ പറഞ്ഞത്, എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള 30 മനുഷ്യരെ ചുട്ടുകൊല്ലുമ്പോ എന്റെ ഭർത്താവ് ആ അക്രമകാരികൾ കടന്നു വരുന്നതിന്റെ തൊട്ടു മുമ്പ് വിളിച്ചത് സാക്ഷാൽ നരേന്ദ്രമോദിയായിരുന്നു. ഒന്ന്, ഞങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വം ഏർപ്പാടാക്കണമെന്ന് പറയുമ്പോ നീ ഇനിയും ചത്തിട്ടില്ലേ എന്ന് ചോദിച്ചതാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഈ സക്കീനയാണ്. നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര്. അതാണ് സെക്രട്ടറി പോലീസിംഗിൽ പ്രഗത്ഭനായ ജാദവേദൻ നമ്പൂതിരി പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് നടപ്പിലാക്കിയ ഒന്നായിരുന്നു ഗുജറാത്ത് കലാപം, 2000-ലെ ഗുജറാത്ത് കലാപം. നരേന്ദ്രമോദിയുടെ അതേ വർഗത്തിൽപ്പെട്ട അഞ്ജലി മോദി പറഞ്ഞത് എ ജനോസിഡ് ഇൻ ദ ലാൻഡ് ഓഫ് ഗാന്ധി എന്നാണ്. ഗാന്ധിയുടെ നാട്ടിൽ നടന്ന കൂട്ടഹത്യ സ്റ്റേറ്റ് സ്പോൺസേർഡ് ജനോസിഡ് എന്നാണ്. സ്റ്റേറ്റ് സ്പോൺസേർഡ്, ഒരു സംസ്ഥാനം കൃത്യമായി പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള വംശഹത്യയാണ് അന്ന് നടന്നു എന്ന് ഇന്ന് പറയുന്നത്. അതിന്റെ കൃത്യമായ അതിന്റെ സൈനിക രംഗത്ത് പ്രവർത്തിച്ച പ്രഗത്ഭനായ ഓഫീസർ അദ്ദേഹം പറഞ്ഞു, 30 മണിക്കൂറാണ്, വിലപ്പെട്ട 30 മണിക്കൂർ
ഞങ്ങൾക്ക് വാഹനം കയറാൻ സാധിക്കാതെ മാറ്റി നിർത്തപ്പെട്ടപ്പോ ആ 30 മണിക്കൂർ 300ഓളം ജീവനാണ് പൊലിഞ്ഞത്. 300 ജീവനെങ്കിലും സാമാന്യമായി രക്ഷിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഗവൺമെന്റ് ഞങ്ങൾക്ക് വാഹനം പോലും തയ്യാറാക്കി തന്നിരുന്നില്ല എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട സൈനിക ഓഫീസറാണ്. ഇന്ത്യയുടെ മുൻ വൈസ് പ്രസിഡന്റ് സാക്ഷാൽ ഹാമിദ് അൻസാരി പറയുന്നുണ്ട്, എങ്ങനെ ഒരു ഭരണകൂടത്തിന് ഇത് സാധിച്ചു? നിരന്തരമായി മുസ്ലിങ്ങളുടെ കൂട്ടഹത്യ ചെയ്യാൻ, മുസ്ലിം പ്രശ്നങ്ങളിൽ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ അറിയണം, ഈ രാജ്യം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ, ഈ രാജ്യത്തെ ജൈനൻ, ഈ രാജ്യത്തെ ബൗദ്ധൻ, ഇവയെല്ലാം ഒരുമിച്ച് നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമാണ് 947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി രാജ്യത്തിന് കിട്ടിയ സ്വാതന്ത്ര്യം. ഇന്ത്യയിൽ നിന്ന് രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോദിക്കാൻ ചെന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലി, യു ഷുഡ് ഗിവ് മീ ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരണം എന്ന് പറയാൻ ബക്കിംഗ്ഹാം കൊട്ടാരം ചരിത്രത്തിൽ കേൾക്കാത്ത ഗർജനം പോലെ മിസ്റ്റർ ജോർജ് എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ആൺകുട്ടി മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. സാധാരണ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയുടെ മുമ്പിൽ എത്തിയാൽ പറയേണ്ടത് ഹിസ് എക്സലൻസി അവർ ബിലൗഡ് ലോർഡ്ഷിപ്പ് എന്നൊക്കെയാണ്. പക്ഷെ മൗലാന മുഹമ്മദ് അലി പറഞ്ഞത് മിസ്റ്റർ ജോർജ് എന്നാണ്. മിസ്റ്റർ ജോർജ്, യു ഷുഡ് ഗിവ് മീ ദ സബ്സ്റ്റൻസ് ഓഫ് ഫ്രീഡം ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തരണം. ആ മനുഷ്യൻ മരിച്ചപ്പോ ഇന്ത്യയുടെ അഭിവന്ദനായ ഗാന്ധി എഴുതിയത് ഇങ്ങനെയാണ്: മൗലാന എന്ന ധീരനായ പുത്രന് ജന്മം നൽകാൻ കഴിഞ്ഞ മഹാഭാഗ്യവതിയായ ബീഗം മാബിദയെയാണ് ഞാൻ മൗലാന മുഹമ്മദ് അലിയുടെ അനുസ്മരണത്തിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് എന്നായിരുന്നു ഗാന്ധിജി. ആ ധീരപുത്രന്മാർ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര ഛർദ്ദിച്ച് മരിച്ച ധീരനായ മൗലാന മുഹമ്മദ് അലിയെ പോലെ, ലവക്കുട്ടിയെ പോലെ, മമ്പുറം തങ്ങളെ പോലെ ആയിരക്കണക്കിന് വീര പോരാളികളുടെ രക്തം കൊടുത്തു നേടിയൊരു സ്വാതന്ത്ര്യം എന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യമല്ല, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ജീവിക്കാനുള്ള ഈ മതപരമായ സ്വാതന്ത്ര്യത്തിന്റെ അവകാശ പോരാട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുള്ളത്. ആരെയും തോൽപ്പിക്കാനല്ല, ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അവകാശത്തിന് ആവശ്യമാകുന്ന വിധം ഈ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ, ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ, ക്രൈസ്തവന് ക്രൈസ്തവനായി ജീവിക്കാൻ, മതമുള്ളവനായി മതമില്ലാത്തവന് മതമില്ലാത്തവനായി ജീവിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യാവകാശങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്. ജനാധിപത്യാവകാശങ്ങൾ ഒരു സമൂഹത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ വിശ്വാസാചാരങ്ങൾ നിലനിൽക്കേണ്ടതുണ്ടെങ്കിൽ അവിടെ കയറി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കണമെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. സത്യത്തിൽ മതവിശ്വാസിയല്ല പലപ്പോഴും ഈ നവോത്ഥാനത്തിന്റെ പേരിൽ പലപ്പോഴും പള്ളിയിൽ കയറുന്നതും അതുപോലെ അമ്പലത്തിൽ കയറുന്നതും ഇപ്പോൾ കണ്ടതുപോലെ ഫാത്തിമ രഹനമാർ സത്യത്തിൽ ചെയ്യുന്നത് വലിയ ക്രൂരതയാണ്. മതവിശ്വാസം നിലനിൽക്കട്ടെ. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്ന് സംഭവിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് RSSന് പായ വിരിച്ചു കൊടുക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ പലയിടങ്ങളിൽ നടക്കുകയാണ്. അള്ളാഹു ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതിന്റെ വഴിയിലൂടെ കടന്നു വരുന്ന ചിലതാണ് ഇനി പള്ളിയിൽ കയറണമെന്ന് പറയാൻ തുടങ്ങുന്നത്. ഞാൻ ചോദിക്കാം, ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനങ്ങളും എല്ലാം ഒരു കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മുസ്ലിം പെണ്ണിനൊന്ന് പള്ളിയിൽ കയറാനുള്ള അവകാശമാണ്. പക്ഷെ സൂറ ഇപ്പൊ പറയുന്നത് അവര് പറയുന്ന ഒരു തരം കാപ്പട്ടിയാണ്. അതൊന്നും പോരാ, ഇമാമത്ത് നിൽക്കാനും ഖത്തീബാകാനുള്ള അവകാശമാണെന്ന്. ഇനി ഇമാമത്ത് നിൽക്കണം, ഖത്തീബാകണം. മുസ്ലിങ്ങളുടെ നിയമങ്ങളെ മുഴുവനും മാറ്റിമറിക്കണം. ഇവിടെ ഒരു മതം നിലനിൽക്കരുതെന്ന് പറയുന്ന എന്തോ തരം ചിന്തകൾ, ആ അർത്ഥത്തിൽ ഒരു കുൽസിതമായ ശ്രമങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് വളരെ ശക്തവും ശ്രദ്ധാപൂർവവും സമസ്തയുടെ വാക്കു കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാകേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭ്യന്തരായ ഉലമാക്കൾ ഈ വിഷയത്തിൽ ശക്തമായ ഈ ജനകീയ ബോധവൽക്കരണ യജ്ഞം നടത്തുമ്പോൾ ഈ വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒരിക്കൽ ഒരുമിച്ച് നിന്നതിന്റെ ഫലം 85-ൽ നമുക്ക് കാണാൻ സാധിച്ചതെങ്കിൽ മതേതരത്വം നിലനിൽക്കേണ്ട ഇന്ത്യയുടെ ഭാവി ആ അർത്ഥത്തിൽ ഈ പോരാട്ടങ്ങൾ കൂടെ തെളിയേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അർഹമുർ റഹീമിനായ തമ്പുരാൻ അതിലുള്ള സൗഭാഗ്യം തരുമാറാകട്ടെ.
ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ, ഈ രാജ്യത്തെ ഹൈന്ദവർ, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരവരുടെ വിശ്വാസങ്ങൾക്ക് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അവരുടെ വിശ്വാസങ്ങളെ സമാധാനപൂർവ്വം നിലനിർത്താനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം. ഭരണഘടനയുടെ അന്തസ്സത്തെ നിലനിൽക്കണം. ഭരണഘടനയുടെ അന്തസ്സത്തെ നിലനിൽക്കുമ്പോൾ നാട്ടിന്റെ സൊസൈറ്റി മോറലായി തന്നെ നിലനിൽക്കണം. ഈ രാജ്യത്ത് 377 വരുമ്പോ സംഭവിക്കാൻ പോകുന്നത് രാജ്യത്തിന്റെ അധാർമികത കൂടുന്നു എന്നതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കോടതിയിൽ ഇതുപോലെ തന്നെ 377 പ്രശ്നം വന്നപ്പോ അന്നത്തെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അദ്ദേഹം പറഞ്ഞു, രാജ്യത്തിന്റെ മോറൽ വാല്യൂസ് തകരും, രാജ്യത്തിന്റെ മൂല്യം തകരും, രാജ്യത്തിന്റെ സാമൂഹികമായിട്ടുള്ള ധാർമ്മികതകൾ തകരും, എയ്ഡ്സ് പോലെയുള്ളത് ഭീകരമായി വർദ്ധിക്കും. സത്യത്തിൽ 377 വരുമ്പോ ആദ്യമായി ലോകത്ത് എയ്ഡ്സിന്റെ വൈറസ് കണ്ടെത്തിയത് ഒരു സ്വർഗരതിക്കാരന്റെ തുടയിൽ നിന്നാണ്. അഡീഷണൽ സോളിസിറ്റർ ജനറൽ അന്ന് കൊടുത്ത അഫിഡവിറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാകും, ഹെൽത്ത് റിസ്ക് കൂടും, സാമൂഹികമായി വലിയ പ്രത്യാഘാതം ഉണ്ടാവും. ഇതൊന്നും കേൾക്കാത്ത രീതിയിലാണെന്ന് കോടതി പറഞ്ഞത്. 370 മാറ്റണം, ഡീക്രിമിനലൈസ് ചെയ്യണം. 497 മാറ്റണം, ഡീക്രിമിനലൈസ് ചെയ്യണം. ഭീകരമായത് വരുന്നു എന്നാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജനത 5 കാര്യങ്ങൾ അനുവദിച്ചാൽ അവർക്ക് കടുത്ത നാശമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദസ്തഹല്ലതു ഉമ്മത്തി ഖംസ ഫഅലൈഹിമുദ് ദിമാർ. എന്റെ സമൂഹം 5 കാര്യങ്ങൾ അനുവദിച്ചാൽ അവർക്ക് കടുത്ത നാശം വരാനുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞത് ഇതാണ്, ഇദാ തലാഹറ തലാഉൻ, കടുത്ത പിന്നെ വൈര്യം, കടുത്ത വിദ്വേഷം വന്നാൽ, പരസ്പരം ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ, വഇദാ ശരിബുൽ ഖംറ, അവർ കള്ളു കുടിക്കാൻ തുടങ്ങിയാൽ, വഇദത്തഖദുൽ ഖിയാൻ, അവർ നർത്തകികൾക്കൊപ്പം ആഭാസ നൃത്തം ചവിട്ടാൻ തുടങ്ങിയാൽ. ആഭാസ നൃത്തം ഇപ്പൊ കേരളത്തിൽ കേട്ടൊരു സംഭവമുണ്ട്, രസകരമായത്. ആഭാസത്തിൽ ആഭാസമല്ലേ ഉണ്ടാകൂ എന്നാണ് മലയാള സിനിമയിലെ ഒരു പ്രഗത്ഭനായ വ്യക്തി പറഞ്ഞത്. കാരണം മീറ്റു വിവാദത്തിൽ കുടുങ്ങിയപ്പോൾ അദ്ദേഹം ചോദിച്ചത്, മീറ്റുവിൽ കുടുങ്ങിയപ്പോൾ ആഭാസത്തിൽ ആഭാസമല്ലേ ഉണ്ടാവൂ? ആഭാസം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് പിന്നെ മറ്റൊന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അയാൾ ചോദിച്ചതാണ് നേര്. സത്യത്തിൽ ആഭാസ നൃത്തങ്ങൾ കൂടുന്ന കാലം വന്നാൽ പിന്നെ പുണ്യനബി പറഞ്ഞു, പുരുഷന് പുരുഷനെ മതിയാവുകയും സ്ത്രീക്ക് സ്ത്രീയെ മതിയാവുകയും കാലം വന്നാൽ, അങ്ങനത്തെ ഒരു കാലത്ത് നിങ്ങൾ വലിയ അർത്ഥത്തിലുള്ള ദുരന്തങ്ങൾ പ്രതീക്ഷിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. പുരുഷന് പുരുഷനെ മതിയാകുന്ന കാലം, സ്ത്രീക്ക് സ്ത്രീയെ മതിയാകുന്ന കാലം. പുരുഷൻ പുരുഷനെ വെൽക്കാൻ ആഗ്രഹിക്കുക, സ്ത്രീ സ്ത്രീയെ വെൽക്കാൻ ആഗ്രഹിക്കുക. എനിക്ക് വേണ്ടത്, എന്റെ മകന് വേണ്ടത് 32 വയസ്സുള്ള മകനൊരു വരനെ വേണമെന്ന് പറയുന്ന അമ്മ ചെയ്യുന്നത്, കുടുംബം എന്ന് പറയുന്ന ഒരു നന്മയുള്ള ഒരു സ്ഥാപനത്തെ തകർത്തു കളയുകയും മൃഗീയമായ അർത്ഥത്തിൽ പുരുഷനും തമ്മിൽ വെൽക്കുകയും ആ അർത്ഥത്തിൽ അവരുടെ കാമാസക്തികൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യുന്ന മൃഗതൃഷ്ണയെ, അല്ലെങ്കിൽ മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന അർത്ഥത്തിലുള്ള പ്രാകൃതത്വത്തെ കൊണ്ടുവരാനാണ്. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ, പുരുഷന് പുരുഷനെ മതിയാകുന്ന കാലം, സ്ത്രീക്ക് സ്ത്രീയെ മതിയാകുന്ന കാലം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പ്രാകൃത നിയമങ്ങൾക്കെതിരായി രാജ്യത്തെ മനസ്സാക്ഷി ഉണരാൻ, രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും ഈ വലിയ സമരത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ജനകീയ പ്രതിരോധങ്ങൾ അങ്ങനെ ഉയരണം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.